രാധേ കൃഷ്ണ. ഇന്നത്തെ നിങ്ങളുടെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 6 ഓഫ് കപ്സ് എന്ന കാർഡാണ്. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യക്തിപരവും തൊഴിൽപരവുമായ വശങ്ങളെക്കുറിച്ചൊക്കെയുള്ള നല്ല രീതിയിലുള്ള ഒരു ഉൾക്കാഴ്ച നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് കാരണം നിങ്ങൾ ഒരു കുട്ടിക്കാല ഓർമ്മകളിലേക്ക് പോകാനും അങ്ങനെ ഒരു കുട്ടിത്തമുള്ള നിഷ്കളങ്കമായിരിക്കാനുമാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നിങ്ങൾ സർഗാത്മകതയൊക്കെ വളർത്തുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഭൂതകാലത്തെ ഉപേക്ഷിച്ച് പക്വതയോടെ ജീവിക്കുന്നതിനെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ എന്ത് ഗൈഡൻസാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതെന്ന് ചോദിച്ചപ്പോൾ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ് വന്നത്. അതായത് നിങ്ങൾ ദയയോടും ഉദാര മനസ്കതയോടും പക്വതയോടൊക്കെ പെരുമാറി ഒരു പോസിറ്റീവ് അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് എല്ലാ മേഖലകളിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാ രീതിയിലും പ്രായോഗികമായ തീരുമാനവും എടുത്ത് മുന്നോട്ട് പോകാനാകുമെന്നും ഭൗതിക സമൃദ്ധിയും സാമ്പത്തികവും സുരക്ഷിതത്വവുമൊക്കെ സ്ഥിരതയുമൊക്കെ സ്വയപ്രയത്നത്താൽ നിങ്ങൾക്ക് നേടാൻ കഴിയുമെന്നാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത്, ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചപ്പോൾ 3 ഓഫ് സോർഡ്സ് എന്ന കാർഡാണ് വന്നത്. അതായത് വൈകാരികമായ വേദനയെ നേരിടാനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വൈകാരികമായ വേദനയൊക്കെ നേരിട്ട് അത് കൈകാര്യം ചെയ്യാനും പഠിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വളരെ സത്യസന്ധതയോടെ പെരുമാറി നല്ല രീതിയിൽ വിനിമയമൊക്കെ ശ്രദ്ധിച്ച് ഒരു മിസ്കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത്. താങ്ക് യു.